വെൽക്കം ടു IPL ന്യൂസ്. ഇന്നലെ നടന്ന ഡൽഹി കൊൽക്കത്ത മത്സരത്തിൽ കൊൽക്കത്ത 14 റൺസിന് വിജയിക്കുകയായിരുന്നു. ടോസ് നേടിയ ഡൽഹി കൊൽക്കത്തിനെ ബാറ്റിംഗിന് അയച്ചു. ഗർഭാസും നരേനും മികച്ച തുടക്കം തന്നെയായിരുന്നു നൽകിയത്. ഇവരുടെ വിക്കറ്റ് പോകുമ്പോൾ പിന്നാലെ വന്ന ക്യാപ്റ്റൻ രഹാനെയും രഘുവൻഷിയും റിങ്കു സിംഗും മികച്ച പിന്തുണയാണ് നൽകിയത്. അവസാനം റസലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗും കൂടി ചേർന്നപ്പോൾ 204 എന്ന മികച്ച സ്കോറിൽ കൊൽക്കത്തയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് പോറൽ തുടക്കത്തിലെ നഷ്ടമായി. പിന്നാലെ വന്ന മലയാളി താരം കരുൺ നായരും രാഹുലും ഒന്നും ചെയ്യാതെ മടങ്ങി. എന്നാൽ ക്യാപ്റ്റൻ അക്ഷർ പട്ടേലും ഡുപ്ലസിയും ചേർന്ന് കൊൽക്കത്ത ബോളേഴ്സിനെ നിലംപരിശാക്കി. 13.2 ഓവറിൽ 136 റൺസ് എന്ന സാഹചര്യത്തിൽ 24 ബോളിൽ 46 റൺസ് 4 സിക്സ് ഉൾപ്പെടെ നേടി അക്ഷർ പട്ടേൽ പുറത്തായി. ഈ സാഹചര്യത്തിൽ ഡൽഹി തന്റെ വിജയത്തോട് അടുത്തിരുന്നു. എന്നാൽ 160 റൺസ് തികയ്ക്കുമ്പോൾ 62 റൺസ് എടുത്ത് ഡുപ്ലസി കൂടെ പുറത്തായതോടുകൂടി ഡൽഹി പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. പുറകെ ഒന്നൊന്നായി വിക്കറ്റുകൾ നഷ്ടമായി. അവസാനം വിപ്രാജ് തന്റെ മാക്സിമം പൊരുതി നോക്കിയെങ്കിലും 190-ൽ ഡൽഹിയുടെ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു. കൊൽക്കത്തയുടെ ഹീറോ ആരെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ രഹാനെയ്ക്ക് പകരം ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും മികച്ച ബൗളിങ്ങിലൂടെ 4 ഓവറിൽ 29 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ എടുത്ത, അതേസമയം ഓപ്പണിംഗ് വിക്കറ്റിൽ ഇറങ്ങി തകർത്തടിക്കുകയും ചെയ്ത സുനിൽ നരേനായിരുന്നു. ബാറ്റിംഗിലും ബോളിംഗിലും ഒരു വൺ മാൻ ഷോ ആയിരുന്നു അദ്ദേഹം നടത്തിയത്. പ്ലെയർ ഓഫ് ദി മാച്ചും സുനിൽ നരേൻ തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബ് ചെന്നൈയുമായാണ് ഏറ്റുമുട്ടുന്നത്. ചെന്നൈയിലാണ് മത്സരം നടക്കുന്നത് എന്ന കാര്യം ചെന്നൈക്ക് ഒരു മുതൽക്കൂട്ടാവാത്ത അവസ്ഥയിലാണ്. കാരണം ചെന്നൈയിലെ എല്ലാ പ്ലെയേഴ്സും ഫോം കണ്ടെത്താൻ കഷ്ടപ്പെടുകയാണ്. ചെന്നൈക്ക് വിജയം അതിൽ കുറഞ്ഞതൊന്നുമില്ല. അവരുടെ ആരാധകരും അതിനായാണ് കാത്തിരിക്കുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കളി വിജയിച്ചാൽ 5ാം സ്ഥാനത്ത് നിന്നും 2ാം സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും.